ഹേ ഗായ്സ്, ഇപ്പോൾ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ബേസിക് ഹെന്ന ക്ലാസ് ആണ് തരുന്നത്. ബേസിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം. ഒരു അറബിക് ഡിസൈൻ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻ എലമെന്റ് ആയ സ്പൈറൽ വരയ്ക്കാം. അതിന് ചുറ്റിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഡോട്ട് കൊടുത്തിട്ട് അത് രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ ഇതേപോലത്തെ ഫ്ലവർ നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ, ആദ്യം ഇതേപോലെ വരച്ചതിന് ശേഷം ആ വരച്ചതിനൊക്കെ ഇതേപോലെ നൈസായിട്ട് ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുക. എന്നിട്ട് ആ വരച്ചതിന്റെ മേളിൽ ഇതേപോലെ ഒരു ഡോട്ട് എടുത്തിട്ട് ആ വരച്ച അതേ ഷേപ്പിൽ കുറച്ച് വലുതാക്കിയിട്ട് ഇതേപോലെ തിക്കാക്കി കൊടുക്കുക. ഫ്ലവറിനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. എന്നിട്ട് ഈ ഫ്ലവറിന് നമ്മൾ നൈസാക്കിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കണം. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇനി നമ്മൾ വരച്ച ഫ്ലവറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ചുറ്റിലും നമ്മൾ മെയിൻ എലമെന്റ് ആയിട്ടുള്ള ഹംസ് വരച്ചിട്ട് ഉള്ളിലെ സ്പൈറലിന് ജസ്റ്റ് ഒന്ന് തിക്കാക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്തും ഇതേപോലെ ഹംസ് വരച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഡോട്ട് മേലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഡോട്ട് എന്നിട്ട് മേലോട്ട് ചെറുങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ ഹംസിനെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ നമ്മൾ രണ്ട് ഫ്ലവേഴ്സ് വരച്ചില്ലേ, എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ മിഡില് ഇതേപോലൊരു സ്പൈറൽ വരച്ചതിന് ശേഷം മേലെ ഇതേപോലെ രണ്ട് ലെയർ ഹംസ് വരച്ചു കൊടുക്കുക. മെല്ലെ മെല്ലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് സെക്കൻഡ് ക്ലാസ്സിൽ കുറച്ച് പെറ്റൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫ്ലവർ സെക്ഷനിൽ ഇതേപോലെ ഒരു റാ ഷേപ്പില് മേലെ മാത്രം ജസ്റ്റ് ഒന്ന് ബോർഡർ തിക്കാക്കി കൊടുക്കണം. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചാൽ മതി. എന്നിട്ട് അതിന്റെയും ആദ്യം വരച്ച ഫ്ലവറിന്റെ മിഡിലായിട്ട് ഇതേപോലെ സ്പൈറലും കൂടി കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിനും ജസ്റ്റ് ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് അതിനും ജസ്റ്റ് ഒരു ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ആ കൊടുത്ത ഔട്ട്ലൈന് ജസ്റ്റ് ഒന്ന് തിക്കാക്കി കൊടുക്കണം. സെയിം ഷേപ്പിൽ തന്നെ ഇപ്പൊ മാറാതെ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെയും അതിന്റെ നടുവിൽ ഇതേപോലെ സ്പൈറൽ വരച്ചതിന് ശേഷം എന്നിട്ട് അതിന്റെ മേലും ഹംസ് വരച്ചതിന് ശേഷം മിഡിൽ പോർഷനിൽ ഇതേപോലെ വലിയ ഡോട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ചെറിയ ഡോട്ട് വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഇതേപോലെ ഒരു സ്പൈറൽ വരയ്ക്കുക. നമ്മൾ ആദ്യം വരച്ച ഫ്ലവറിൽ ഒരു ഫ്ലവറും കൂടി കൊടുക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് കുറെ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ഇത് ശരിയാക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മളെ ലാസ്റ്റ് ക്ലാസ് ആണ് വിചാരിച്ചിട്ട് ആരും ഇനി ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാതെ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഏത് ടൈമിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ടൈം എടുത്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ ഈ ഫ്ലവറിനും ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇപ്പൊ കുറച്ച് സ്ഥലം മാത്രം ബാക്കി വന്നില്ലേ, അവിടെയും ജസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും സ്പൈറലോ നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പും കൂടിയും ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. മൊത്തം പറഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച ഫ്ലവറിനെ ചുറ്റിലും ജസ്റ്റ് എന്തെങ്കിലും ഇതേപോലത്തെ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലീവ്സ് വരച്ചിട്ടില്ലായിരുന്നു, അതേപോലെ ജസ്റ്റ് കുറച്ച് വലുതാക്കി ഉരുണ്ടിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക. അതിനൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്നിന്റെയും ഫ്ലവറിന്റെ ഗ്യാപ്പിൽ ഇതേപോലത്തെ ഡ്രോപ്സ് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന അതേ രീതി തന്നെ വേണം എന്നൊന്നുമില്ല, ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ ഡ്രോപ്സ് ഒക്കെ കൊടുത്തിട്ട് ആ ഓരോ ഗ്യാപ്പും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വരയ്ക്കണ ഡ്രോപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ളാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കാണിച്ചു തരാം ഈ വെയിൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇതേപോലെ അവിടെയും ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലവറിന്ന് മറ്റേ ഫ്ലവറിലേക്ക് ജസ്റ്റ് ഇതേപോലെ ലൈൻ കൊടുത്തതിന് ശേഷം വലിയ ഡോട്ട്, പിന്നെ ഒരു 3 ഡോട്ട്, പിന്നെ ഒരു വലിയ ഡോട്ട്, അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഏകദേശം നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒരു ഡോട്ട്സും ഡ്രോപ്സും ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ സെറ്റ് ആവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ 3 ദിവസത്തെ ക്ലാസ്സും പഠിപ്പിച്ചിട്ടുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കമന്റ് തന്നെ ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നില്ല നിങ്ങൾ പരാതി പറയരുത്. കാരണം നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞാൻ മെസ്സേജ് ചെയ്യും. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ ഈ ഒരു വൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലൈന് ഏതെങ്കിലും ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ കണ്ടോ ഈ ഒരു ഷേപ്പിൽ, ഒരു മയത്തുള്ളിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ചെറിയ 2 ഡ്രോപ്സും കൂടി കൊടുക്കുക. 2 ഡ്രോപ്സ് വരച്ചതിന് ശേഷം പിന്നെയും നേരത്തെ വരച്ച അതേ ഡ്രോപ്പ് ആ മയത്തുള്ളിൻ്റെ ഷേപ്പ് ഫില്ല് ചെയ്യാത്തത് വരയ്ക്കുക. പിന്നെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഡിസൈന് സിമ്പിളാക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത
എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ റിവ്യൂ എനിക്ക് ഡയറക്റ്റ് എന്തായാലും ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ എനിക്ക് എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.